ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉഷ ടീച്ചർ. എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല ജീവിത സായാഹ്നം അഥവാ ഓൾഡ് ഏജ്. അങ്ങനെയുള്ളൊരവസരത്തെ മനോഹരമാക്കണമെങ്കിൽ നമ്മൾ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് പറ്റണം. അതിന് സഹായകമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജീവിത സായാഹ്നത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേജ്, മറ്റൊന്ന് ഒരു ഡിക്ലൈനിങ് സ്റ്റേജ്. ഇത്രയും പ്രായമായില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോയാൽ എത്രയും വേഗം നമ്മൾ ആ ഡിക്ലൈൻ സ്റ്റേജിലേക്ക് എത്തിച്ചേരും. എനർജറ്റിക് സ്റ്റേജിൽ നിന്ന് ഡിക്ലൈൻ സ്റ്റേജിലേക്ക് പോകും. അത് പാടില്ല. അപ്പോൾ അതിന് നമ്മൾ വേണ്ടത് നമ്മൾ പ്രായമായി എന്ന് ചിന്തിക്കാതിരിക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, പ്രായമായി കഴിഞ്ഞാൽ പിന്നെ പ്രോത്സാഹന വാക്കുകളൊന്നും നമുക്ക് കിട്ടത്തില്ല. സൂക്ഷിക്കണം, വയസ്സായില്ലേ, ഇനിയെങ്കിലും ഒരിടത്ത് അടങ്ങിയിരുന്നൂടെ, ഇങ്ങനെയുള്ള പ്രസ്താവനകളായിരിക്കും കേൾക്കേണ്ടി വരിക. ഇത്തരം പ്രസ്താവനകൾ നമ്മൾ ചെയ്യാനൊരുങ്ങുന്ന പല കാര്യങ്ങളെയും തടസ്സപ്പെടുത്തും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പ്രായമായി എന്ന് കരുതി ചെയ്യാതിരുന്നാൽ അത് പിന്നീട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിർത്താൻ ശ്രമിക്കരുത്. ഇത്രയും കാലം നമ്മൾ അച്ഛനമ്മമാർക്ക് വേണ്ടിയും പങ്കാളിക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ഒക്കെ അല്ലേ ജീവിച്ചത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടി നമ്മളൊന്ന് ജീവിക്കണ്ടേ? അതിനാദ്യം വേണ്ടത് നാം നമ്മുടെ ശരീരത്തെ പരിപാലിക്കുക എന്നതാണ്. കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് ഉണരുക, യോഗ, മെഡിറ്റേഷൻ എന്നിവയ്ക്കൊരു സമയം കണ്ടെത്തുക, നന്നായി വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. പ്രായമായവർക്ക് അധികം പുറത്തേക്കൊന്നും പോവേണ്ട കാര്യം ഇല്ലാത്തത് കൊണ്ട് അവരവരുടെ അപ്പിയറൻസിലൊന്നും സാധാരണയായി ശ്രദ്ധിക്കാറില്ല. അത് പാടില്ല. അപ്പിയറൻസ് മോശമായാൽ നമ്മുടെ കോൺഫിഡൻസ് കുറയും. അതുകൊണ്ട് നമ്മുടെ ഹെയർ സ്റ്റൈല്, നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈല് ഇവയൊക്കെ കംഫർട്ടബിളായ രീതിയിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുക. അങ്ങനെ ചിട്ടയായ ഒരു ജീവിതചര്യ പാലിക്കും. ഇന്ന് പ്രായമായവർ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് വേഗതയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ലോകത്ത് വളരെ ഫാസ്റ്റായിട്ടാണ് ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങളിലുണ്ടാകുന്ന ഈ വേഗത പ്രായമായവർക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അവർ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും. പിന്നീടായിരിക്കും നാം അറിയുന്നത് ആ സിസ്റ്റം പൂർണ്ണമായും നിലച്ചു എന്ന്. ഉദാഹരണം പറയട്ടെ, അതായത് നമ്മളെല്ലാവരും കറൻസി നോട്ടുകളല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് കറൻസി നോട്ടുകളുടെ ഉപയോഗം കുറഞ്ഞു, ഗൂഗിൾ പേ കൂടി. പ്രായമായവരിൽ പലർക്കും ഗൂഗിൾ പേ ഉപയോഗിക്കാൻ അറിയാത്തവരാണ് ഇപ്പോഴും. കാരണം അവരാദ്യം അതിൽ നിന്ന് മാറി നിന്നതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ മീൻ വാങ്ങിക്കാൻ പോയാലും അവിടെയും QR കോഡ് വെച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രായമായവർ അതിൽ നിന്ന് മാറി നിന്ന പ്രായമായ ആൾക്കാർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, പ്രായമായില്ലേ എന്ന് കരുതി ഇങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ചസിൽ നിന്ന് മാറി നിൽക്കരുത് എന്നാണ്. അതുപോലെ ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കാൻ പ്രായമായവരൊന്നും മടിച്ചു ആദ്യം. പക്ഷേ ഇപ്പോൾ അവർക്കും മനസ്സിലായി സോഷ്യൽ കമ്മ്യൂണിക്കേഷന് ഇതൊക്കെ കൂടിയേ തീരൂ എന്ന്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒന്നിനും അഡിക്റ്റ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് ഓരോ ഘട്ടത്തിലും ഓരോ റോളായിരിക്കില്ലേ. ആ റോൾ ഏതാണ്? അതായത് വയസ്സായി കഴിയുമ്പോൾ പിന്നെ നമുക്കുള്ള റോൾ ഏതാ? അപ്പൂപ്പൻ, അമ്മുമ്മ എന്നീ റോളുകളാണ്. അപ്പോൾ ആ റോളുകളെ നമ്മൾ അംഗീകരിക്കുക, സ്വീകരിക്കുക. അല്ലാതെ പേരക്കുട്ടികളെ നമ്മളെ മക്കളെ വളർത്തിയതുപോലെ തന്നെ നമുക്ക് വളർത്തണം എന്ന് വാശി പിടിക്കരുത്. അത് ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ അവകാശമാണ്. നമ്മളെ ഇഷ്ടത്തിൻ്റെ അടുത്ത് ആ കുട്ടികളെ വളർത്തണം എന്ന് നമ്മൾ ശഠിക്കരുത്. നമുക്ക് അഭിപ്രായം പറയാം, തീരുമാനം അവരുടേതാവണം, മക്കളുടെ അച്ഛൻ്റെ അമ്മയുടേതാവണം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സർവീസ് അഥവാ സേവനം നൽകുക എന്നത് മാത്രമാണ്. അതായത് കഥകൾ പറഞ്ഞു കൊടുക്കുക, നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക മുതലായവ. കൊച്ചുമക്കളുടെ ഭാവി ഓർത്ത് നമ്മൾ വ്യാകുലപ്പെടരുത്. വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സാമ്പത്തിക ഇടപാടുകളെല്ലാം ഒരു ഡയറിക്കുള്ളിൽ എഴുതി സൂക്ഷിക്കുന്നതാണ് നല്ലത്. നമ്മുടെ വരവ് ചിലവുകളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. നമുക്കാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങി ഉപയോഗിക്കുക. പണം മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ഒന്നുമില്ലാത്തവരായി മാറരുത്. പണത്തിൻ്റെ കാര്യത്തിൽ നല്ല നിയന്ത്രണം ഉണ്ടായിരിക്കണം. നല്ല ആസ്തിയുള്ളവരാണെങ്കിൽ
ഒരു വില്ല് തയ്യാറാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ സെൽസിനൊക്കെ ഡാമേജ് ഉണ്ടാകുകയും നമ്മുടെ ഓർമ്മശക്തി കുറയുകയും ചെയ്യും. നമ്മുടെ ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്യാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുമായി നമ്മൾ വായനയും എഴുത്തും തുടർന്നുകൊണ്ടിരിക്കുക. പ്രായമാകുന്നതനുസരിച്ച് ബന്ധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ ഇൻകമിങ് കോൾസിൻ്റെ എണ്ണം കുറയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഔട്ട് ഗോയിങ് കോൾസിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട, വയസ്സുകാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെരുമാറ്റം. മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരുന്ന സമയമാണല്ലോ വാർദ്ധക്യം. അതുകൊണ്ട് ദേഷ്യപ്പെടാതെ സൗമ്യമായി മറ്റുള്ളവരോട് പെരുമാറാൻ ശ്രമിക്കുക. 2 കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം. 1, പ്രസന്നവദനരായി ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക. 2, ഒന്നിനു വേണ്ടിയും പരിഭവമോ പരാതിയോ പറയാതിരിക്കുക. ഇത് 2 ഫോളോ ചെയ്താൽ നമ്മൾ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരായി മാറും. നമുക്ക് വ്യക്തിപരമായി സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മക്കൾക്കും ബന്ധുക്കൾക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അവർക്ക് ഉപദ്രവകരമല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്ന് മനസ്സിലാക്കുക. ജീവിത അവസാനം വരെ നമുക്ക് ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കാം. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.